അർണോസ് പാതിരി തൻ്റെ കാവ്യത്തിന് പുത്തൻ പാന എന്ന് പേര് വിളിക്കാനുള്ള മുഖ്യ ഹേതു ഇതിലെ 11-ാം പാദത്തിൻ്റെ സമാപ്തവും 12-ാം പാദവും ആണ് എന്ന് പറയാറുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയുടെ ചുവട് പിടിച്ചാണ് പുത്തൻ പാന രചിച്ചിട്ടുള്ളത് എന്ന് അനുമാനിക്കാം. ജ്ഞാനപ്പാനയ്ക്ക് ശേഷം വന്ന പാന എന്ന അർത്ഥത്തിൽ പുത്തൻ പാന എന്ന പേര് പ്രചാരത്തിലായതാകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അർണോസ് പാതിരി പുത്തൻ പാന എഴുതിയതും ജ്ഞാനപ്പാനയുടെ രീതിയിലാണല്ലോ. 50 നോമ്പ് കാലഘട്ടങ്ങളിൽ രാവിലെയും വൈകുന്നേരവുമായി ക്രിസ്തീയ ഭവനങ്ങളിൽ പാന പാരായണം ചെയ്യപ്പെടാറുണ്ടായിരുന്നു. പുത്തൻ പാനയിലെ ഏറ്റവും പ്രധാന പാദമായ 11-ാം പാദത്തിൻ്റെ സമാപ്തം ഉമ്മാടെ ദുഃഖം, പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രലാപം ഇന്ന് നമ്മൾ പാടി ധ്യാനിക്കുകയാണ്. വാർത്ത മുമ്പേ അറിയിച്ചു, യാത്ര നീ എന്നോട് ചൊല്ലി, ഗാത്രദത്തം മനുഷ്യർക്ക് കൊടുത്തോ പുത്ര. അമ്മ മകന്റെ മരണത്തെയും വേദനയെയും ഓർത്ത് വിലപിക്കുകയാണ്. പീഡാനുഭവം സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ 3 പ്രാവശ്യം ഈശോ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, മരണം, ഉത്ഥാനമൊക്കെ. അപ്പോഴൊക്കെയും ശിഷ്യഗണത്തിനത് മനസ്സിലായില്ല. അതാണ് വാർത്ത മുമ്പേ അറിയിച്ചു, യാത്ര നീ എന്നോട് ചൊല്ലി, ഗാത്രദത്ത മനുഷ്യർക്ക്. തൻ്റെ തിരുശരീരം മുഴുവൻ, ലാസ്റ്റ് സപ്പർ ഓർമ്മ വരിക. അന്ത്യത്താഴ്വേളയിൽ കർത്താവ് അപ്പമെടുത്ത് ഇതെൻ്റെ ശരീരമെന്നും പാനപാത്രമെടുത്ത് ഇതെൻ്റെ രക്തമെന്നും പറഞ്ഞു കൊടുക്കുന്നത്, അതിൻ്റെ അർത്ഥം ശിഷ്യഗണത്തിന് മനസ്സിലാകുന്നത് ഗാഗുൽത്തായിലെ കുരിശുമരണത്തിലൂടെയാണ്. ഗാത്രദത്തം മനുഷ്യർക്ക് കൊടുത്തോ പുത്ര. മനുഷ്യർക്ക് നിൻ പിതാവ് മനോഗുണം നൽകുവാനായി മനോസാധ്യം അപേക്ഷിച്ചു കെണിതോ പുത്ര. എന്തിനാ ഇതൊക്കെ? പിതാവായ ദൈവം പുത്രനായ ദൈവത്തിലൂടെ മനുഷ്യകുലത്തിന്റെ രക്ഷ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതെല്ലാം ഒരുക്കുന്നത്. ഈ വേദനയിലൂടെ, ഈ സഹനങ്ങളിലൂടെ, ഈ മരണത്തിലൂടെ, ഈ കുരിശിലേറ്റപ്പെടുന്നതിലൂടെ ഒരു വലിയ രക്ഷ ലോകം മുഴുവൻ അനുഭവിക്കും. ചിന്തയറ്റങ്ങപേക്ഷിച്ചു ചിന്തവെന്ത സംഭ്രമത്താൽ ചിന്തിച്ചോര വിയർത്തു നീ കുളിച്ചോ പുത്ര. നമുക്കറിയാം, കുരിശും കൊണ്ടുള്ള യാത്ര വിയർപ്പല്ല ഒഴുകുന്നത്, ചോര തന്നെയാണ് ഒഴുകുന്നത്, രക്തമാണ് ഇല്ലാതാകുന്നത്. ഇനി കുരിശിലേറ്റപ്പെടുമ്പോൾ പോലും ചിന്താനുള്ള രക്തം പോലും ഈ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിന്തിച്ചോര വിയർത്തു നീ കുളിച്ചോ പുത്ര. വിണ്ണിലോട്ട് നോക്കി നിന്റെ കണ്ണിലും നീ ചോര ചിന്തി, മണ്ണുകൂടെ ചോരയാലെ നനച്ചോ പുത്ര. നമുക്കറിയാം ഗത്സമനിയിലെ പ്രാർത്ഥന. കണ്ണീര് കണ്ണിൽ നിന്ന് വീഴുന്നു. അത് കണ്ണുനീരല്ല, രക്തമാണ്. ആ വീഴുന്ന രക്തം ഈ മണ്ണിൽ പോലും വീഴുന്നു. കുരിശിൻ ചുവട്ടിൽ കുരിശിൽ നിന്ന് വീഴുന്ന രക്തം കൊണ്ട് കുരിശിൻ ചുവട്ടിലെ മണ്ണ് പോലും ചോരയാൽ നനച്ചു എന്ന് പറയുകയാണ്. അമ്മയുടെ വിലാപമാണ്. വാർത്ത മുമ്പേ അറിയിച്ചു, യാത്ര നീ എന്നോട് ചൊല്ലി, ഗാത്രദത്തം മനുഷ്യർക്കു കൊടുത്തോ പുത്ര. മനുഷ്യർക്കു
നിൻ പിതാവോ മനോഗുണം നൽകുവാനായി മനോസാധ്യം അപേക്ഷിച്ചു. കേണിതോ പുത്ര ചിന്തയറ്റങ്ങപേക്ഷിച്ചു.